Welcome to the journey to knowledge. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4 ആണ്. ഇൻറ്റിജേഴ്സിലെ 4th എക്സസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ആൻസേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ സാധാരണ നമ്പേഴ്സ് ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ സിമ്പിൾസ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ്. രണ്ട് നമ്പേഴ്സും സെയിം സിമ്പിൾ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നമ്പേഴ്സും ഡിഫറെൻറ്റ് സിമ്പിൾ ആണെങ്കിൽ പ്ലസ്സും മൈനസ് അല്ലെങ്കിൽ മൈനസ് പ്ലസ് എന്ന് വരികയാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, -30 ഡിവൈഡഡ് ബൈ 10. നമുക്ക് -30/10 എഴുതാം. 30യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 കിട്ടും. ഒരു നമ്പർ നെഗറ്റീവ്, അടുത്ത നമ്പർ പോസിറ്റീവ്. സോ ആൻസർ -3. ബി ക്വസ്റ്റ്യൻ, 50 ഡിവൈഡഡ് ബൈ -5. സെയിം പാറ്റേൺ തന്നെ 50/-5 എന്ന് കൊടുക്കാം. ഒന്ന് പ്ലസും അടുത്ത നമ്പർ മൈനസും. സോ ആൻസർ മൈനസ് ആയിരിക്കും. 50/5 10. സി ക്വസ്റ്റ്യൻ, -36 ഡിവൈഡഡ് ബൈ -9. -36/-9. മൈനസ് മൈനസ് സെയിം സിമ്പിൾ ആയതുകൊണ്ട് പ്ലസ് ആകും. 36/9 4. പോസിറ്റീവ് നമ്പേഴ്സിന് സിമ്പിൾ ഇടണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ഇടാം, അല്ലെങ്കിൽ നമ്പർ മാത്രം എഴുതിയാലും മതി. ഡി, -49 ഡിവൈഡഡ് ബൈ 49. സോ 49 ഡിവൈഡ് ബൈ 49 നമുക്ക് 1 കിട്ടും. മൈനസും പ്ലസും ആയതുകൊണ്ട് ആൻസർ മൈനസ്. ഈ 13 ഡിവൈഡഡ് ബൈ -2 + 1. -2 + 1 ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ആദ്യം ചെയ്യണം. 13 ഡിവൈഡഡ് ബൈ -2 + 1. ഇത് മൈനസും ഇത് പ്ലസും ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 2 - 1 1 കിട്ടും. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ കൊടുക്കുന്നു. അപ്പോൾ -13 ഡിവൈഡ് ബൈ -1. സോ ഡിഫറൻസ് സിമ്പിളാണ്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. സോ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 13 ഡിവൈഡ് ബൈ 1 13 തന്നെ വരും. എഫ്, 0 ഡിവൈഡഡ് ബൈ -12. 0 വരുന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം പാറ്റേൺ തന്നെ. 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പറും ആൻസർ 0 ആയിരിക്കും. 0യ്ക്ക് പോസിറ്റീവോ നെഗറ്റീവോ സിമ്പിൾ ഇല്ല. സോ 0 ആൻസർ. ജി, -31 ഡിവൈഡഡ് ബൈ -30 + -1. സോ -30 + -1 ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. സോ അത് ആദ്യം ചെയ്യുമ്പം -31 ഡിവൈഡഡ് ബൈ -30 പ്ലസ് ഇൻറ്റു മൈനസ് ഇത് മൈനസ് ആകും. -30 - 1 സെയിം സിമ്പിൾ ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 31. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ മൈനസ്. സോ -31 ഡിവൈഡ് ബൈ -31 സെയിം സിമ്പിളാണ്. ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 31 ഡിവൈഡ് ബൈ 31 1 ആൻസർ കിട്ടും. എച്ച്, -36 ഡിവൈഡഡ് ബൈ 12 ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 3. സോ ആദ്യം -36 ഡിവൈഡ് ബൈ 12 ചെയ്യണം. 36 ഡിവൈഡ് ബൈ 12 3 കിട്ടും. മൈനസും പ്ലസും ആയതുകൊണ്ട് -3. -3 ഡിവൈഡഡ് ബൈ 3. 3 ഡിവൈഡ് ബൈ 3 1. മൈനസും പ്ലസും ആയതുകൊണ്ട് ആൻസർ മൈനസ്. ഐ, -6 + 5 ബ്രാക്കറ്റിലുണ്ട് ഡിവൈഡഡ് ബൈ -2 + 1. അതും ബ്രാക്കറ്റിനകത്തുണ്ട്. സോ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുമ്പം -6 + 5 ഡിഫറൻസ് സിമ്പിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 - 5 1. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ മൈനസ്. സോ -1 ഡിവൈഡഡ് ബൈ -2 + 1ഉം നമ്മൾ ഓൾറെഡി ചെയ്തു. ഒന്നും കൂടെ ചെയ്താലും 2 ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് 2 - 1 1 കിട്ടും. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ -1. സോ സെയിം നമ്പർ ഡിവൈഡ് ബൈ സെയിം നമ്പർ ആൻസർ 1 ആണ്. അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ 1 1 കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ ആൻസർ +1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് A ഡിവൈഡ് ബൈ B + C നോട്ട് ഈക്വൽ ടു A ഡിവൈഡ് ബൈ B + A ഡിവൈഡ് ബൈ C. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഡിവിഷനിൽ പോസിബിൾ അല്ല എന്ന് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസിബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് A, B and C. So first question, A = 12, B is equal to -4,
C is equal to 2. So verify ചെയ്യേണ്ടത് A divided by B plus C യും A divided by B plus A divided by C യും നോട്ട് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യണം. സോ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം. A divided by B plus C. A 12 ആണ്, ഡിവൈഡഡ് ബൈ B plus C -4 plus 2. സോ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുമ്പം 12 ഡിവൈഡഡ് ബൈ -4 plus 2 ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 4 - 2 ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ. സോ 12 ഡിവൈഡഡ് ബൈ -2, 12 ഡിവൈഡഡ് ബൈ 2 6, പ്ലസ് ആൻഡ് മൈനസ് വരുന്നതുകൊണ്ട് -6 ആൻസർ കിട്ടും. ഇനി RHS ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് A ഡിവൈഡഡ് ബൈ B പ്ലസ് A ഡിവൈഡഡ് ബൈ C. A 12 ആണ്, 12 ഡിവൈഡഡ് ബൈ -4 ബ്രാക്കറ്റിലിടണം, പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2. സോ 12 ഡിവൈഡഡ് ബൈ -4, 12 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പം 3 കിട്ടും, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് കിട്ടും, -3 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 6 പ്ലസ് 6 തന്നെ. സോ 6 ഡിഫറൻസ് സിമ്പിൾ ആയതുകൊണ്ട് 6 - 3 3 കിട്ടും. ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിൾ പ്ലസ്. Therefore LHS not equal to RHS, hence verified. Second question la A is equal to -10, B is equal to 1, C is equal to 1. So prove ചെയ്യേണ്ടത് A divided by B plus C not equal to A divided by B plus A divided by C. So LHS ആദ്യം ചെയ്യാം. A divided by B plus C is equal to -10 divided by 1 plus 1. -10 divided by 1 plus 1 2. So 10 divided by 2 5, minus into plus minus. RHS ആണ് ചെയ്യുന്നതെങ്കിൽ A divided by B plus A divided by C ചെയ്യണം. So A divided by B -10 divided by 1 plus -10 divided by 1. സോ -10 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -10 തന്നെ കിട്ടും, പ്ലസ് -10. -10 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, സെയിം സിമ്പിൾ ആയതുകൊണ്ട് ആഡ് ചെയ്യണം. സിമ്പിൾ രണ്ട് നമ്പർ സെയിം ആ, സോ മൈനസ് തന്നെ വരും, -20. സോ രണ്ടും ഈക്വൽ അല്ല. Therefore LHS not equal to RHS, hence verified. തേർഡ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ തന്നെ ഫിൽ ചെയ്യാം. 369 ഡിവൈഡ് ബൈ ഡാഷ് ഈക്വൽ ടു 369. 369നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 369 തന്നെ കിട്ടും. സോ രണ്ടും പോസിറ്റീവാണ്, സോ ഇതും പോസിറ്റീവ് ആയിരിക്കും. ബി -75 ഡിവൈഡ് ബൈ ഡാഷ് ഇസ് ഈക്വൽ ടു -1. -75 ഡിവൈഡ് ബൈ 75. 75 ഡിവൈഡ് ബൈ 75 ആണ് 1 കിട്ടുക. ഡിഫറൻസ് സിമ്പിൾ ആയിരിക്കണം, സോ ഇത് +75. Third question, -206 divided by dash is equal to 1. Same number by same number ആണ് 1 കിട്ടും. അപ്പം -206 തന്നെ. സെയിം സിമ്പിൾ ആകുമ്പോൾ ആൻസർ പോസിറ്റീവ് ആവും. -87 divided by dash is equal to 87. സോ പ്ലസ് വരണം, സോ സെയിം സിമ്പിൾ ആയിരിക്കണം. സോ 87 divided by 1 ആണ് 87. Dash divided by 1 equal to -87. -87 divided by 1 is equal to -87. Dash divided by 48 equal to -1. 48 divided by 48 ആണ് 1, മൈനസ് വരേണ്ടത് കൊണ്ട് -48. 20 divided by dash is equal to -2. 20 divided by 10 ആണ് 2, മൈനസ് വരണം, സോ ഓപ്പോസിറ്റ് സിമ്പിൾ -10. Dash divided by 4 equal to -3. 12 divided by 4 ആണ് 3, മൈനസ് വരേണ്ടതുകൊണ്ട് -12. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 5 pairs of integers a, b such that a divided by b is equal to -3. One such pair is 6, -2. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 6, -2 കാരണം
6 ഡിവൈഡഡ് ബൈ -2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -3 എന്ന് കിട്ടും. സോ ആദ്യം 3 കിട്ടുന്ന ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നതെന്ന് നോക്കാം. സോ ഒന്ന് 6 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. പിന്നൊന്ന് 21 ഡിവൈഡ് ബൈ 7 ചെയ്താലും 3 കിട്ടും. 12 ഡിവൈഡ് ബൈ 4 ചെയ്താൽ 3 കിട്ടും. പിന്നെ 3 കിട്ടാവുന്ന നമ്പേഴ്സ് 18 ഡിവൈഡഡ് ബൈ 6 3 കിട്ടും. സോ 18,6 എന്ന് എഴുതാം. 30 ഡിവൈഡഡ് ബൈ 10 3 കിട്ടും. ആൻസർ നമുക്ക് നെഗറ്റീവ് നമ്പറാണ് കിട്ടേണ്ടത്. സോ നെഗറ്റീവ് നമ്പർ കിട്ടണമെങ്കിൽ ഓൾറെഡി പറഞ്ഞു ഈ രണ്ട് പേരിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആയാൽ മതി. സോ -6 + 2 ആണെങ്കിലും ഡിവൈഡ് ചെയ്യുമ്പോൾ -3 കിട്ടും. -21 ഡിവൈഡ് ബൈ 7 -3 കിട്ടും. 12 ഡിവൈഡ് ബൈ -4 ഏതെങ്കിലും ഒരു നമ്പറിന് സിമ്പിൾ ഇടാം. 18 ഡിവൈഡ് ബൈ -6 അല്ലെങ്കിൽ -18 ഡിവൈഡ് ബൈ +6 കൊടുക്കാം. -30 ഡിവൈഡ് ബൈ 10. ഇതിനെല്ലാം ആൻസർ ഇഷ്ടംപോലെ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഏതെങ്കിലും 5. സോ നമ്മളിവിടെ ഇപ്പോൾ 5 എഴുതി. 1 2 3 4 5. Fifth question. The temperature at 12 noon was 10 degree Celsius above 0. So 12 noon temperature above 0 ആണ്. അപ്പോൾ +10 degree Celsius ആയിരുന്നു. If it decreases at a rate of 2 degree Celsius per hour. Every hourൽ 2 degrees on that is -2 degree Celsius ആകും. Until midnight. At what time would be the temperature be 8 degrees Celsius below 0? At what time the temperature will be 8 degrees Celsius below 0? That is -8 degrees Celsius. അതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്. മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ചാർട്ട് വരച്ച് നോക്കാം. 12 noon, 1 PM, 2 PM, 3 PM അങ്ങനെ ടൈം റെഡ്യൂസ് ആയി 12 മിഡ് നൈറ്റ് ആവുന്നു. സോ 12 noon 10 degree Celsius ആയിരുന്നു. സോ ഓരോ പ്രാവശ്യം 2 degree Celsius കുറയാന്ന് പറയുമ്പോൾ -6 degree Celsius, -2 കുറയുമ്പോൾ 8 degree Celsius +8, പിന്നെ +6 ആവും, +4 ആവും, +2 ആകും, 0 ആവും. സോ 5 PM ആകുമ്പോഴത്തേക്കും 0 degree Celsius ആവും. പിന്നെ -2, -4, -6, -8. സോ -8 degree Celsius എന്ന് പറയുന്നത് 5 PM കഴിഞ്ഞിട്ട് 4 hours കൂടെ കഴിയുമ്പോൾ 6 PM, 7 PM, 8 PM, 9 PM. സോ 9 PM ആകുമ്പോഴത്തേക്കും -8 degree Celsius ആകും ടെമ്പറേച്ചർ. പിന്നെ ഉള്ളത് 3 hours കൂടി. 12 മിഡ് നൈറ്റ് ആകാൻ വേണ്ടി 3 hours കൂടെ. സോ 3 hours 12 മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്കും -8 degree Celsiusൻ്റെ കൂടെ ഒരു +-2 × 3 കൂടെ വരും. 3 hours കൂടെ -8 degree +-6 degree which is equal to -14 degree Celsius ആയിരിക്കും ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്. Sixth question. In a class test, +3 marks are given for every correct answer. So correct answer ആണെങ്കിൽ +3 മാർക്ക് തരും. -2 marks is given for every incorrect answers. Incorrect ആണെങ്കിൽ -2 മാർക്ക്, അതായത് കിട്ടിയതിൽ നിന്ന് -2 മാർക്ക് റെഡ്യൂസ് ചെയ്യും. നോട്ട് അറ്റംപ്റ്റഡ് ആണെങ്കിൽ, ഇത് ഓൾറെഡി നമ്മൾ സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. നോട്ട് അറ്റംപ്റ്റഡ് ആണെങ്കിൽ 0 മാർക്സ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാധിക ഗോട്ട് 20 മാർക്സ്. ടോട്ടൽ 20 മാർക്സ് കിട്ടി. ഇഫ് ഷീ ഗോട്ട് 12 കറക്റ്റ് ആൻസേഴ്സ്, കറക്റ്റ് ആൻസേഴ്സ് 12, അപ്പോൾ 12 × +3. ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷീ അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി. ഇൻകറക്റ്റ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് പറയണം. സോ ഇവിടെ നമുക്ക് ഇൻകറക്റ്റ് എത്രയാണ് ക്വസ്റ്റ്യൻസ് ആണെന്നറിയില്ല. സോ x × -2 = 20 എന്ന് എടുക്കാം. ടോട്ടലി
20 മാർക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 12 ഇൻറ്റു 3 36 ആണ്. പ്ലസ് എക്സ് ഇൻറ്റു -2 -2x ആണ്. എക്സ് ഇൻറ്റു 2 2x വരും, മൈനസും കൂടി ഉള്ളതുകൊണ്ട് ഈക്വൽ ടു 20. സോ -2x ഈക്വൽ ടു 36 പ്ലസ് എന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പം 20 - 36 ആവും. സോ -2x ഈക്വൽ ടു, ഇത് പ്ലസും മൈനസും ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 36 - 20 16, ഗ്രേറ്റർ നമ്പർ മൈനസ്, സോ -16. സോ x ഈക്വൽ ടു -16 ഡിവൈഡ് ബൈ -2 വിച്ച് ഈസ് ഈക്വൽ ടു 8. സോ ഇൻകറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് 8 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മോഹിനി സ്കോർസ് -5 മാർക്സ്. മോഹിനിക്ക് കിട്ടിയ മാർക്സ് എല്ലാം കൂടെ പ്ലസ് ചെയ്തപ്പോൾ -5 മാർക്ക് കിട്ടി. ദോ ഷീ ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ്. കറക്റ്റ് ആൻസേഴ്സ് 7. സോ 7 ഇൻറ്റു കറക്റ്റ് ആൻസേഴ്സിനുള്ള മാർക്ക് +3 പ്ലസ് എക്സ് എത്രയാണെന്നറിയില്ല, എക്സ് ഇൻറ്റു -2 ഈക്വൽ ടു -5 എന്ന് കിട്ടി. സോ 7 ഇൻറ്റു 3 21 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് എടുക്കാം, -2x ഈക്വൽ ടു -5. സോ -2x ഈക്വൽ ടു -5. 21 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -21 ആവും. സോ -2x ഈക്വൽ ടു സെയിം സിമ്പിൾ ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. 26 ഗ്രേറ്റർ നമ്പറിൻ്റെ സിമ്പിളും കൊടുത്തു. സോ x ഈക്വൽ ടു -26 ബൈ -2 13. സോ റോങ് ആൻസേഴ്സ് 13ഉം റൈറ്റ് ആൻസർ 7ഉം വന്നതുകൊണ്ടാണ് ടോട്ടൽ ആഡ് ചെയ്തപ്പം -5 കിട്ടിയത്. സോ റോങ് ആൻസേഴ്സ് 13 ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ചെയ്തു. 7th question, an elevator descends to a mine shaft at a rate of 6 meter per minute. ഒരു എലിവേറ്റർ താഴേക്ക്, ഡിസെൻസ് എന്ന് പറയുമ്പോൾ താഴേക്ക് പോവാണ്, അറ്റ് 6 meter per minute. ഓരോ മിനിറ്റിലും 6 meter താഴേക്ക് പോകും. ഇഫ് ദ ഡിസെൻസ് സ്റ്റാർട്ട്സ് ഫ്രം 10 meter എബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന് മുകളിൽ 10 meterൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് -350 meter. -350 meter എത്താൻ എത്ര നേരം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ 0 ആയിരിക്കും, ഗ്രൗണ്ട് ലെവൽ എന്നുള്ളത് 0, മുകളിലേക്ക് +10ഉം താഴേക്ക് -350. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 + 350. -350 ഉണ്ട്, നമുക്കത് എടുക്കണം. 10 + 350 ടോട്ടൽ 360 meters ഉണ്ട്. സോ ടൈം ടേക്കൺ വിൽ ബി 360 ഡിവൈഡഡ് ബൈ 6. ഓരോ മിനിറ്റിലും 6 meter വെച്ചാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 360 ഡിവൈഡ് ബൈ 6, 36 ഡിവൈഡ് ബൈ 6 6 വരും, 0, 60 minutes. സോ ഇൻ 60 minutes കൊണ്ട് -350 meterൽ എത്തും.